ഹലോ, ഈ മീനിൻ്റെ പേര് വറ്റയെന്നാണ്. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുകയാണ്. ഇതെല്ലാവരും ചെയ്യണമായിരിക്കുള്ളൂ, എന്നാലും ഞാനൊന്നും കൂടെ പറയാം. തേങ്ങ എടുത്തിട്ട് ജാറിലിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ കുറച്ച് ഇടണുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അത് അരച്ചെടുത്ത് ചട്ടിയിലിട്ട് നമ്മൾ കൈ വിടാണ്ട് ഇളക്കി 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 കൊടുക്കണം. എന്നിട്ട് ഒരു എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവണം. അതെ ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി വെള്ളം ഒഴിക്കണം. അതായത് നമ്മുടെ മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കഴുകി ഒഴിക്കണം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഇളക്കി ആ കട്ടയൊക്കെ നന്നായിട്ട് ആ വെള്ളം ഇതിലേക്ക് യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കുടംപുളിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്തായാലും ഇപ്പം ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ മീനും കൂടെ ഉള്ള ആവശ്യമുള്ള ഉപ്പിടണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു കളറ് വരുത്തണത്. ഇപ്പം ഇത് മൂടി വെച്ച് വേകട്ടെ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി. ഇതിൽ ഈ മുളക് ഇടാൻ കാര്യം മറ്റേ മുളക് കഴിഞ്ഞു പോയി, ഞാൻ ഓർത്തില്ല അത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് പൊടികളല്ലേ ഇട്ടുള്ളൂ, ബാക്കി പൊടികൾ നമ്മൾ ഇതിലാണ് ഇടുന്നത്. മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കളറ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാം, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്. പക്ഷെ നമുക്കിതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ട, വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, ഇപ്പോൾ ഒഴിച്ച് ഈ വെളിച്ചെണ്ണ മാത്രം. അപ്പോൾ നന്നായിട്ട് കറി നല്ല കളറും വന്ന് നല്ല എന്താ ഭംഗി കാണാനായിട്ട്. ഇത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം.